Hello guys, welcome back to another video. Without wasting time, let's begin today's topic. ഇന്നത്തെ ടോപ്പിക്കാണ് വേരിയബിൾസ് ആൻഡ് ഡാറ്റ ടൈപ്സ് ഇൻ പൈത്തൺ. What is a variable? A variable is like a named container in your computer's memory that hold a value. അതായത് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യണത് ഡാറ്റ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ബുക്സ് ഉണ്ട്. ആ ബുക്സ് ഞാൻ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തു, ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. സോ ആ ബോക്സ് ആണ് വേരിയബിൾ. ആ ബോക്സിൻ്റെ ഉള്ളിലുള്ള ബുക്സ് ആണ് എൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഡാറ്റ. ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. വേരിയബിൾസിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് എപ്പോൾ ആണെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. അതായത് ഡൈനാമിക് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. ദ വാല്യൂ സ്റ്റോർ ഇൻസൈഡ് ക്യാൻ ചേഞ്ച് എനി ടൈം ഡ്യൂറിങ് ദി പ്രോഗ്രാം എക്സിക്യൂഷൻ. പിന്നെ വേരിയബിൾസിന് നെയിം ഇടുമ്പോൾ, അതായത് ഇപ്പോൾ എൻ്റെ ഡാറ്റയിൽ ഏജിനെ കുറിച്ചുള്ള ഡാറ്റയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ എൻ്റെ വയസ്സ് 25 അപ്പോൾ ഞാൻ വേരിയബിൾ അസൈൻ ചെയ്യണത് ഏജ് ഈക്വൽ ടു 25 എന്നുള്ള ഇതിലായിരിക്കും. സോ അതുകൊണ്ട് നമ്മുടെ കോഡിന് റീഡബിലിറ്റി കൂടുന്നതായിരിക്കും. കീ ഫീച്ചേഴ്സ് ഓഫ് വേരിയബിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂസ്, ഫ്ലെക്സിബിലിറ്റി, ദ കണ്ടന്റ് ക്യാൻ ബി അപ്ഡേറ്റ് അറ്റ് എനി പോയിന്റ്. അതായത് നമുക്ക് ആ വേരിയബിളിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ് എപ്പോൾ ആണെങ്കിലും മാറ്റാൻ പറ്റും പ്രോഗ്രാം റൺ ടൈമിൽ. പിന്നെ ഡൈനാമിക് ടൈപ്പിംഗ്, പൈത്തൺ ഓട്ടോമാറ്റിക്കലി ഡിറ്റർമൈൻസ് ദി ഡാറ്റ ടൈപ്പ്. അതായത് പൈത്തണോട് മുൻകൂട്ടി പറയേണ്ട ആവശ്യമില്ല ഈ വേരിയബിളിൽ ഏത് ഡാറ്റ ടൈപ്പാണ് സ്റ്റോർ ചെയ്യണമെന്ന്. അതായത് ഇപ്പോൾ C++, മുന്നേ അസൈൻ ചെയ്ത് വയ്ക്കും, ഇപ്പോൾ ഇൻറ്റീജർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പൈത്തണിൽ അതിൻ്റെ ആവശ്യമില്ല. പൈത്തൺ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കും ആ വേരിയബിളിൽ ഏത് ഡാറ്റ ടൈപ്പാണ് ഉള്ളതെന്ന്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വേരിയബിൾസിന് മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിംസ് കൊടുക്കാൻ ശ്രമിക്കുക. നെയിമിങ് റൂൾസ് ഫോർ വേരിയബിൾസ്, അതായത് ഇപ്പോൾ വേരിയബിൾസിന് നെയിം കൊടുക്കുമ്പോൾ കുറച്ച് റൂൾസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്റ്റാർട്ടിങ് നമ്പർ, അതായത് വേരിയബിളിന് പേര് കൊടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് ഏതെങ്കിലും ഡിജിറ്റ് പറ്റില്ല. പിന്നെ സ്പേസ് അലൗഡ് അല്ല, അണ്ടർസ്കോർ മാത്രമേ അലൗഡ് ഉള്ളൂ. പിന്നെ നമ്മുടെ പൈത്തൺ കേസ് സെൻസിറ്റീവ് ആണ്. അതായത് ലോവർ കേസ് ഏജും അപ്പർ കേസ് ഏജും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ പറഞ്ഞ ടോപ്പിക്കൊക്കെ ഞാൻ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഓരോ വേരിയബിൾസും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഏജ് ഈക്വൽ ടു 26 എന്ന് കൊടുത്താണ്. അതൊരു ഇൻറ്റീജർ വാല്യൂ ആണ്, അതായത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് ആണ്. ഇത് പ്രൈസ് എന്ന് പറയാൻ നമുക്ക് അടുത്ത വേരിയബിൾ അസൈൻ ചെയ്തതാണ്. അത് ഹോൾഡ് ചെയ്യുന്നത് 23.5. അതൊരു ഫ്ലോ ഡാറ്റ ടൈപ്പാണ്. ഇപ്പൊ നെയിം എന്ന് പറയുന്ന വേരിയബിൾ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഓരോ എന്താ പറയുക വേരിയബിൾസ് അസൈൻ ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക്കാണ് വാട്ട് ആർ ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സ് ക്ലാസിഫൈ ദ കൈൻഡ് ഓഫ് വാല്യൂ എ വേരിയബിൾ ഹോൾഡ്സ്. അതായത് ഒരു വേരിയബിൾ ഏത് തരം ഡാറ്റയാണോ ഹോൾഡ് ചെയ്യണത് അതാണ് ഡാറ്റ ടൈപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു വേരിയബിൾ ഇൻറ്റീജർ ഡാറ്റ ആയിരിക്കും ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക, ഫ്ലോട്ട് ആയിരിക്കും ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ
സ്ട്രിങ് ആയിരിക്കും. അങ്ങനെ കുറേ ഡാറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഡാറ്റ ടൈപ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വെച്ചാൽ ഇൻറ്റീജർ, ഫ്ലോട്ട്, ബോളിയം. അതായത് ബോളിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ്. പിന്നെ സ്ട്രിങ് ഇപ്പോൾ ഹലോ, അങ്ങനെ ക്യാരക്ടറിൻ്റെ സീക്വൻസിൽ വരുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടറാണ് സ്ട്രിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ പൈത്തണിൻ്റെ ബേസിക് ഡാറ്റ ടൈപ്സ് ഉണ്ട്: ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ്, ഡിക്ഷണറി. ഇനി എങ്ങനെയാണ് വേരിയബിൾസിൻ്റെ ഡാറ്റ ടൈപ്സ് കാണാം എന്ന് കാണിച്ചു തരാം. അതായത് ഓരോ വേരിയബിൾസിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് എങ്ങനെയാണെന്ന് കാണാം. അത് ഇപ്പോൾ കാണിച്ചു തരാം. വേണം എൻ്റെ ക്ലാസ് ടൈപ്പ് വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ്, ബോള്, ലിസ്റ്റ്. ഇതേപോലെ എല്ലാത്തിൻ്റെയും ടൈപ്പ് നമുക്ക് ഇതേപോലെ തന്നെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ലിസ്റ്റ് വരെ അടിച്ചിട്ടുള്ളൂ. അതാണ് ലിസ്റ്റിൻ്റെ വരെ മാത്രം ഡാറ്റ ടൈപ്പ് വന്നത്. ഈ ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ്, ഡിക്ഷണറിക്കൊക്കെ അതൊക്കെ അടുത്തൊരു നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെ കുറിച്ചിട്ട് പറയുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത്യാവശ്യം വലിയ ടോപ്പിക്സ് ആണ്. അപ്പോൾ എല്ലാത്തിനും ഓരോരോ വീഡിയോസ് വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പൈത്തണിൻ്റെ ബേസിക് ഡാറ്റ ടൈപ്സിനെ കുറിച്ചായിരിക്കും പറയാം. സോ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇതൊരു മിനി അസൈൻമെൻ്റ് ആണ്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം.